Watch India's largest kids library only on Jio Hotstar. Download the app now. കൂട്ടുകാരെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാൻ പോവാ. മഴ പെയ്യാത്ത കാരണം ഈ ചെടികളെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുക. എന്താ കണ്ടില്ലേ? കഷ്ടം. എന്നാ വരൂ വലിയേട്ടാ, സമയം ഇനിയും ബാക്കി കിടക്കുമല്ലേ? നമ്മളെല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് 2 ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വരാം. എന്നിട്ട് ഈ കരിഞ്ഞ ചെടിയിലൊക്കെ ഒഴിക്കാമെന്നേ. എത്രയധികം മരങ്ങളുണ്ട് മോട്ടു, 2 ബക്കറ്റ് കൊണ്ട് എന്താവാനാ? എന്നാ പിന്നെ കുഴപ്പമില്ല പത്ലു, 4 ബക്കറ്റ് ഒഴിച്ചു കളയാം. എന്തേ, ശരിയല്ലേ? പൊളിച്ചെടുത്തല്ലോ. നമ്മള് തമാശ പറഞ്ഞിരിക്കേണ്ട സമയമല്ലാതെ ഇവിടെ സീരിയസ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കേ, എനിക്കിപ്പോ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നദി എന്റെ പൊന്നു മോട്ടു, മണ്ടത്തരം ഒന്നും പറയാതിരിക്കെ. ഇനി ഞാനൊരു ഐഡിയ പറയാം. എന്താന്ന് വെച്ചാൽ നമുക്ക് നദിയുടെ ഒരു ഭാഗത്ത് ചാലുണ്ടാക്കി വെള്ളം ഇതാ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഞാനും ഇത് തന്നെ പറയാൻ ഉദ്ദേശിച്ചത്. മിണ്ടാതിരിക്കെ, കേൾക്ക് ഡോക്ടർ ജഡ്ക എന്താ പറയുന്നതെന്ന്. ഓയ് മോട്ടു, എന്റെ ചങ്കെ, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് പ്ലീസ്. ഇനി അടുത്ത ഐഡിയ എന്താണെന്ന് വെച്ചാൽ മേഘങ്ങളിൽ കെമിക്കൽ ഒഴിച്ച് നമ്മുടെ ഇവിടെ മഴ പെയ്യിക്കണം. അല്ല, പക്ഷെ ഞാനും പൊളിച്ചെടുത്തല്ലോ. നീയൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ ഇവിടെ എല്ലാം ശാന്തമായിക്കോളും. ഞങ്ങള് ഞങ്ങളുടെ ജോലി നടത്തുകയും ചെയ്യും. താങ്ക് യു മോട്ടോ, താങ്ക് യു. നിങ്ങൾ എല്ലാവരും എന്താ എന്നെ പറയാൻ സമ്മതിക്കാത്തത്? ഞാൻ ഇനി ആരോടും ഒന്നും മിണ്ടുന്നില്ല. എന്റെ മോട്ടു പറയുന്നത് കേക്ക്, യശുമൊന്ന് മതിയാക്ക്. എന്റെ മോട്ടു, നീ എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ അലാറം അടിക്കുന്നേ? നന്നായി ഉറങ്ങി രാവിലെ എണീറ്റില്ലേ, പിന്നെന്താ? മോട്ടു, ഇത് നമ്മുടെ വീടാണ്, അല്ലാതെ സ്കൂളല്ല. ആവശ്യമില്ലാതെ ഇങ്ങനെ കിടന്ന് ബെല്ലടിക്കാൻ. ഓ, നിനക്കെന്താ മിണ്ടാൻ കഴിയില്ലേ? വായിലെന്താ പൂട്ടിട്ട് വെച്ചിരിക്കണോ? പറയടാ, പറ. ഓഹോ, നീ ഗ്ലാസ്സിൽ സ്പൂൺ കൊണ്ട് അടിക്കുന്ന സമയത്ത് അതിന്റെ കോഡ് ഈ പുസ്തകത്തിൽ നോക്കി കണ്ടെത്തി അത് ഞാൻ പറയണം, അത്രയല്ലേ ഉള്ളൂ? എന്റെ മോട്ടു, ദേഷ്യം കള. ഗ്ലാസിന്റെ ഭാഷ വിട്ടേക്ക്, എന്നിട്ട് നമ്മുടെ ശബ്ദത്തിൽ സംസാരിക്ക്. പ്ലീസ്, നീ ഒന്ന് വേഗം വാ, നമുക്ക് പോയി സമൂസ കഴിക്കാന്നേ. അതെ, ഞാനും ഇത് തന്നെ ഇത്ര നേരം പറയാൻ നോക്കിയത്. വേഗം വരൂ. എനിക്ക് തോന്നുന്നത് ഇവൻ സംസാരിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇവനെ ശരിയാക്കാൻ വേണ്ടി. ഞാൻ ഈ കോഡ് ഭാഷയൊക്കെ തെറ്റിച്ച് പറയണം, എങ്കിൽ മാത്രമേ ഇവൻ ശരിയാകൂ. അതെ പത്ലു, ഇത് എന്തായി കാണുന്നേ? മോട്ടു ഒന്ന് മൗനവ്രതത്തിലാണ്, ഇന്ന് സംസാരിക്കില്ല. ഈ മോട്ടുവിന്റെ ഒരു കാര്യം ഒന്നും തന്നെ പറയണ്ട. സംസാരിച്ചിങ്ങനെ സമയം കളയാതെ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. വേഗത്തിൽ സമൂസ ഇങ്ങെടുക്ക്. എന്ത്, ദോശ വേണോന്നോ? അല്ല ചായക്കടക്കാരൻ ചേട്ടാ, നിങ്ങൾ ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ടോ? എന്താ? അതെ, ദോശയല്ല സമൂസയാണ്. സമൂസ, ദോശയല്ല. എന്ത്, പുല്ലോ? പുല്ല്? നീ എന്തൊക്കെയാ പറയുന്നേ മോട്ടു? മൃഗങ്ങളല്ലേ പുല്ല് കഴിക്കുക, നീ എങ്ങനെ കഴിക്കാൻ പോകുന്നേ മോട്ടു? പുല്ല് നിന്റെ തലയിൽ പോലും മുളയ്ക്കൂലടാ പത്ലു. എനിക്ക് സമൂസ വേണം, സമൂസ, സമൂസ. ഒന്നോട്ട് കഴിച്ചതുമില്ല, പാകം നഷ്ടത്തിലാക്കി കളഞ്ഞലോടാ. ഇതിന്റെ നഷ്ടപരിഹാരം എന്തായാലും നിങ്ങളിൽ നിന്ന് ഈടാക്കും മോട്ടു പത്ലു. ബോക്സർ ചേട്ടാ, നമസ്കാരം. ഏയ്, ഇതെന്തായി കാണിക്കുന്നേ? നീ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നേ? എന്ത് മനസ്സിലായില്ലേ? ബോക്സറേട്ടനൊന്നും മനസ്സിലായില്ലെങ്കിലേ ഇനിയൊന്നും മനസ്സിലാക്കേണ്ട. ഏയ്, എനിക്ക് വിവരമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്നെയുന്നുണ്ടല്ലോ. ഇവൻ എന്താ പറയുന്നെന്ന് വെച്ചാ, ഇവന്റെ മുന്നിൽ ഒരു എലിയാണ്, എന്നാൽ ഇവൻ സിംഹമാണ്, സിംഹമെന്ന്. ഓ, ഈ പത്ലു ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇവൻ എന്നെ തല്ലുകൊള്ളിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. മോട്ടു, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നീ എന്നെ എലിയെന്ന് വിളിച്ചോ? അത് മാന്യത്തിലൂടെ. എന്തിനാ ഓടിക്കളയുന്നത്? സിംഹമാണെങ്കിൽ അവിടെ നിൽക്ക്. നമുക്ക് ഇപ്പൊ തന്നെ തീരുമാനിക്കാം ഞാൻ എലിയാണോ എന്ന്.
സാറേ, ഇന്ന് എനിക്ക് സമൂസ കഴിക്കാൻ കിട്ടിയിട്ടേ ഇല്ല. ചായക്കട ചേട്ടൻ സമൂസയിൽ മുഴുവനും മണ്ണെണ്ണ ഒഴിച്ചു കളഞ്ഞു. ബോക്സർ ആണെങ്കിൽ എന്റെ പുറകിൽ വെറുതെ അടിക്കാൻ വരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ അമ്മോ, ഈ മോട്ടു കോഡ് വേർഡിൽ എന്താ പറയുന്നത്? പത്ലു, നീ പറ. മോട്ട് പറയുന്നത് പോലീസുകാരൊന്നും ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നാ. ദിവസം മുഴുവനും വെറുതെ കസാരയിൽ കുത്തിയിരിക്കുകയെന്നാ. സർക്കാർ വെറുതെ ശമ്പളം മേടിക്കുന്നു എന്നാ. അതായത് ഏകദേശം കള്ളന്മാർക്ക് സമാനമാണ് എന്നാ പറയുന്നത്. എന്റെ അമ്മോ, മോട്ടു എന്നെ കള്ളൻ എന്ന് പറയുന്നു. ഞാൻ കള്ളൻ 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 എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ എന്റെ കംപ്ലൈന്റ് എഴുതൂ. അതായത് ഇവൻ പറയുന്നത് ഈ ജോലിക്ക് കള്ളൻ എന്ന പേരല്ലാതെ വേറൊരു വാക്കില്ല ഈ ഡിക്ഷണറിയിൽ എന്നാ. അല്ലെങ്കിൽ ഇവൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു തരുമായിരുന്നു എന്ന്. അല്ല പത്തിലും ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നീ തമാശയാക്കുവാണോ? എനിക്ക് ഇതുപോലുള്ള തമാശ ഒന്നും ഒട്ടും ഇഷ്ടമല്ല. സാറേ, ഇവൻ പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് വല്ല സ്ഥലത്തും പോയി കട വെച്ച് സമൂസയോ ബേൽപൂരിയോ വിറ്റ് സമ്പാദിച്ച് ജീവിക്കാൻ, പണിയെടുത്ത് ജീവിക്കാനാ പറയുന്നത് സാറേ. നിങ്ങളെ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. പണി പറ്റിയില്ലെങ്കിൽ വേറെ വല്ല പണിയും നോക്കാനായിട്ട്. എന്റെ അമ്മോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. മോട്ടോന് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കോഡ് കൂടെ അവൻ പറയാണ്. എന്നെ അപമാനിക്കാണ്. ഒരു പോലീസുകാരന് അവന്റെ സ്റ്റേഷനിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന മോട്ടോനെ ഒരു പാഠം പഠിപ്പിക്കണം. കോൺസ്റ്റബിൾസ്, മോട്ടോനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് പിടിച്ച് ജയിലിനകത്ത് ഇടൂ. ഏയ്, നിക്ക്. സ്റ്റോപ്പ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യൻ നിയമമാണ് സത്യം. അവിടെ നിൽക്കാൻ. രക്ഷിക്കണേ, അവരെ പിടിക്കേ പിടിക്കേ. പെട്ടെന്നാവട്ടെ. ഉച്ച ഊണിന്റെ ബെല്ലടിച്ചിരിക്കുന്നു. വാ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാം. ഞാൻ ദൂരത്ത് കണ്ടു. നിനക്ക് ജോണിനെ പിടിക്കാമായിരുന്നു. പക്ഷെ നീ അവനെ വെറുതെ വിട്ടു. നീ ഒരു സിഗ്നൽ കൊടുത്തുവെങ്കിൽ അവന്മാർ ജോണിനെ പിടിച്ചേനെ. നീ ഒരു വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. നിന്നെ ഞാൻ പിടിച്ച് ജയിലിനകത്തിടും. ഇവൻ പറയുന്നത് ഞാൻ ജയിലിലേക്ക് വരില്ല എന്നാ. നടക്കൂ, വേഗം പിടിച്ചിടൂ. ഇവൻ എന്നെ തല്ലുകൊളിച്ച് അടങ്ങൂ. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. ഡോക്ടർ ജഡ്ക, മോട്ടുവിന്റെ മൗനവ്രതത്തിന്റെ നാടകം നീണ്ടു പോവാണ്. അവൻ എന്തൊക്കെ ചെയ്തിട്ടും സംസാരിക്കുന്നില്ല. അവൻ സംസാരിക്കാതെ ഇരിക്കുമ്പോ ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കുന്ന ഫീലാണ് സാറേ. ഗ്യാസില്ലാത്ത സോഡ കുടിക്കുന്ന പോലെയും. ഞാൻ രാവിലെ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞതാണ്. അവൻ സംസാരിക്കുവാൻ വേണ്ടി അവൻ പറയുന്നതൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞു. എന്നിട്ടും അവൻ ഒന്നും സംസാരിച്ചില്ല. ഐഡിയ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മോട്ടുവിന് കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പൊ എന്തായാലും അവൻ സംസാരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പും മധുരമൊക്കെ ഇട്ട രസഗുള ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതും എന്റെ കൈകൊണ്ട്. ഇന്ന് നിങ്ങളെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോകുക. ഇത് മുത്തശ്ശി മാത്രമല്ല, നിങ്ങളുടെ മുത്തശ്ശ വരെ സ്വപ്നത്തിൽ വരും. പത്തുളു പറഞ്ഞ ജോലി ഞാൻ ഭംഗിയായി ചെയ്ത് തീർക്കും. ഓ, എന്നെ സംസാരിക്കാൻ വേണ്ടിയാണോ ഈ നാടകം കളിയൊക്കെ? ഇപ്പൊ കാണിച്ചു തരാം. പക്ഷെ ഞാൻ ഒരിക്കലും സംസാരിക്കില്ല ഘസീട്ടാറാമേ. ഡ്യൂപ്ലിക്കേറ്റ് ബോംബ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഒറിജിനൽ ബോംബ് കാറിന്റെ അടിയിലും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ജോണൊരു സ്ഫോടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് വെച്ചാ ജോൺ ബോംബ് ഫിക്സ് ചെയ്തെന്നാണോ? നിക്കൂ നിക്കൂ. അവൻ വന്നോണ്ടിരിക്കുക. മോട്ട് നമ്മുടെ പുറകെ ഉണ്ട്. ഇത്തവണ മോട്ടു എന്തായാലും സംസാരിക്കും, എനിക്കത് ഉറപ്പാ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ സംസാരിക്കുന്നത് വരെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവാൻ ചാൻസും ഇല്ല. എന്തായാലും ബോട്ട് ഒരു സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്ഫോടനത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനും കഴിയില്ല. അതെ, കാറില് ബോംബുണ്ട്. ബോംബ്. മോട്ടു സംസാരിച്ചു. മോട്ടു സംസാരിച്ചു. എന്താ
എന്നാ നീ ഇതിൽ ഒറിജിനൽ ബോംബ് തന്നെ കൊണ്ടുവന്ന് വെച്ചോ. ഞങ്ങൾ നിന്നോട് ഡ്യൂപ്ലിക്കേറ്റ് ബോംബ് വെക്കാനല്ലേ പറഞ്ഞത്. പൊളിച്ചെടുത്തല്ലോ, ഞാനല്ലത് വെച്ചത്, ജോണാണ് പണി പറ്റിച്ചത്. ഞാനത് നിങ്ങളോട് പറയാൻ വേണ്ടി ഫോളോ ചെയ്യായിരുന്നു. അതെ, ഞാൻ ജോൺ ബോംബ് വയ്ക്കുന്നത് കണ്ടതാണ്. എന്റെ രോഗികളാണ് സത്യം. എന്റെ പൊന്നു മോട്ടു, ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ. നീ കാരണോ ഞങ്ങൾ രക്ഷപ്പെട്ടത്. മോട്ടു, ഇനി ഒരിക്കലും നീ മൗനവ്രതം എടുക്കരുത്. കണ്ടില്ലേ ഞങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലാ കുടുങ്ങിയെന്ന്. മോട്ടു എന്തൊക്കെയുണ്ട്. ഇനി നീ ആ ഗ്ലാസ് ഒക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? സുഹൃത്തുക്കളെ, മോട്ടു എന്താ പറയുന്നെന്ന് വെച്ചാ മോഷ്ടിക്കുന്നവരെ സോപ്പിടാതെ അലക്കിയെടുക്കണമെന്നാ. വേഗം അലക്കിക്കോ. വേണ്ട. ജോൺ! Watch India's largest kids library only on Geo Hotstar. Download the app now.